വിശുദ്ധ ബൈബിളിലെ യോന പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖം. യോനായുടെ പ്രവചനത്തേക്കാൾ യോനായെ പറ്റിയുള്ള ഒരു കഥയാണ് ഈ ഗ്രന്ഥം. 2 രാജാക്കന്മാർ 14:25 പ്രത്യക്ഷപ്പെടുന്ന യോന നിനവേയിൽ പോയി പ്രവചിച്ചതായി ചരിത്രപരമായ തെളിവൊന്നും ഇല്ല. പ്രബോധനാത്മകമായ ഈ കഥ BC 5-ാം നൂറ്റാണ്ടിന് ശേഷം വിരചിതമായി എന്ന് കരുതപ്പെടുന്നു. ദൈവത്തിൻ്റെ സന്ദേശം ലഭിച്ച പ്രവാചകൻ അതിനു വഴങ്ങാതെ ഒളിച്ചോടാൻ നടത്തുന്ന വിഫല ശ്രമമാണ് ആദ്യ ഭാഗം. കർത്താവ് വീണ്ടും ആവശ്യപ്പെട്ടതനുസരിച്ച് യോന നിനവേയിൽ എത്തി പ്രസംഗിക്കുന്നു. അവരുടെ പശ്ചാത്താപം കണ്ട് മനസ്സലിഞ്ഞ് കർത്താവ് ശിക്ഷ വേണ്ടെന്ന് നിശ്ചയിക്കുന്നു. ഇതിൽ നീരസം തോന്നിയ പ്രവാചകനെ കർത്താവ് ഒരു പാഠം പഠിപ്പിക്കുന്നതായി അവസാന ഭാഗത്ത് കാണുന്നു. രക്ഷ തങ്ങളുടെ മാത്രം അവകാശമാണെന്ന് ധരിച്ചു വച്ചിരുന്ന ഇസ്രായേലിൻ്റെ ഇടുങ്ങിയ ചിന്താഗതിക്കുള്ള മറുപടിയാണ് ഈ ഗ്രന്ഥത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അതിരുകളില്ല. ഇസ്രായേലിനെ പോലെ തന്നെ ജനതകളും അവിടുത്തെ മക്കളാണ്. എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് നന്ദി.